ഞങ്ങൾ കുട്ടികൾക്കിടയിൽ ഏറ്റവും മുതിർന്നത് തക്കു ചേച്ചിയായിരുന്നു. അതുകൊണ്ട് തന്നെ തക്കു ചേച്ചിക്ക് അറിയാത്ത പ്രേതകഥകൾ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വെള്ള സാരിയൊക്കെ എടുത്ത് പുതുമഴയെ പാട്ടൊക്കെ പാടി വരുന്നതാണ് പ്രേതം എന്നാണ്. അന്നൊക്കെ മേഘസന്ദേശം സിനിമയിലെ ചുമരിന്ന് കൈ വരുന്ന സീൻ കണ്ടിട്ട് കുളിക്കാൻ പോവാൻ വരെ പേടിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തക്കു ചേച്ചി ഓജ ബോർഡിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഓജ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു. ബോർഡിന് പകരം നോട്ട് ബുക്കിന്ന് പേജ് കീറിയിട്ടാ ഞങ്ങൾ ഓജ ബോർഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് സെന്ററിൽ ഒരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ട് അവിടെ ഒരു കോയിനും വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ വിറകുവരയിൽ ഇരുന്നിട്ടാ ഞങ്ങൾ ഓജ ബോർഡ് കളിച്ച്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ പ്രേതം മാത്രം വന്നില്ല. മുറിയിൽ ഇരുട്ടില്ലാത്തോണ്ടായിരിക്കും പ്രേതം വരാത്തതെന്ന് തക്കു വെച്ച് പറഞ്ഞപ്പോൾ വാതിലിൻ്റെ അവിടെയും ജനലിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ ഷോള് കെട്ടി വെച്ച് ഇരുട്ടാക്കാൻ നോക്കി. എന്നിട്ട് വീണ്ടും പ്രേതത്തിനെ വിളിക്കാൻ തുടങ്ങി. കൂട്ടത്തിലൊരുത്തം പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഴുതിരി ഊതി അങ്ങോട്ട് കെടുത്തി. പിന്നെ എല്ലാവരും പ്രേതം വന്നെന്ന് പറഞ്ഞ് ഓച്ചബോർഡൊക്കെ ഓടിയിട്ടിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഞാൻ പേടിച്ചത് തക്കു വെച്ച് പറഞ്ഞ വേറൊരു കാര്യം ആലോചിച്ചിട്ടാ. പ്രേതത്തിനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞയച്ചില്ലെങ്കിൽ ആ പ്രേതം അവിടെ തന്നെ ഉണ്ടാവും അത്ര. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ വിറക് വരെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു.